മാധുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഖത്തർ നഴ്സസ് മിനിസ്ട്രി ഒരുക്കുന്ന ഈ ഒരു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് നിങ്ങളെ ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചു, വെൻ കെയറിംഗ് ഫോർ അതേഴ്സ് ബിക്കം എ ഫുൾ ടൈം ഡ്യൂട്ടി, ഹൂ കെയർസ് ഫോർ നേഴ്സസ് സോൾ ആൻഡ് ഫാമിലി? യെസ്, വി ആർ ഹിയർ ടുഡേ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, പ്രവാസികളായ നമ്മളെ നാട്ടിൽ നിന്നും ഒരാൾ വിളിച്ചിട്ട് നമ്മൾക്ക് സുഖമാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ആൻസറാണ് കൊടുക്കുക? യെസ്, സുഖമാണെന്നല്ലേ പറയുക. ശരിക്കും നമുക്ക് സുഖം തന്നെയാണോ? അതെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയവും ഇതുതന്നെയാണ്. നേഴ്സുമാരുടെ ഇടയിലെ ഉയർന്ന സ്ട്രെസ്സിനെ ആത്മീയ വഴികളിലൂടെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ്. ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ ഒരുമിച്ച് നിന്ന് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മുടെ അനുഭവങ്ങളിലൂടെ വന്ന എക്സ്പീരിയൻസിനെ എങ്ങനെ പ്രാക്ടിക്കലാക്കാം എന്നാണ് ചിന്തിക്കുന്നത്. ഇനി ഞങ്ങളൊരു തുറന്ന ഡിസ്കഷനിലേക്കാണ് പോകുന്നത്. ഇതിനായി നമ്മുടെ കൂടെ ഇവിടെ ആയിരിക്കുന്നത് അനുഭവസമ്പന്നരായ കുറച്ച് നേഴ്സുമാരാണ്. ആദ്യമായി ഞാൻ നീതുവിലേക്ക് വരികയാണ്. നീതു കഴിഞ്ഞ 13 വർഷമായി OPD മേഖലയിൽ വർക്ക് ചെയ്യുന്നു. ശരിക്കും നീതുവിന് ഫേസ് ചെയ്യാൻ പറ്റുന്നത് പേഷ്യൻറ്റിനെയും അതുപോലെ തന്നെ ഫാമിലിയെയുമാണ്. നീതുവിന് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളോട് പറയാനുണ്ടാവും. വെൽക്കം നീതു. അതുപോലെ തന്നെ ആൻസി ചേച്ചി കഴിഞ്ഞ 19 വർഷമായി പീഡിയാട്രിക് എമർജൻസിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ശരിക്കും ഞങ്ങളോട് അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുള്ള ഒരു വ്യക്തി ചിലപ്പോൾ ആൻസി ചേച്ചി ആയിരിക്കും. കാരണം ചേച്ചി ഒരേ സമയം കുഞ്ഞുങ്ങളെയും അതുപോലെ തന്നെ പേരൻസിനെയും ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ്. വെൽക്കം ചേച്ചി. അതുപോലെ തന്നെ നമ്മുടെ കൂടെ ആയിരിക്കുന്നത് ഒരു കുടുംബമാണ്, ജോയി ചേട്ടനും ബി ചേച്ചിയും. ചേച്ചി കഴിഞ്ഞ 29 വർഷമായി ക്രിട്ടിക്കൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവർക്ക് രണ്ടുപേർക്കും 4 കുട്ടികളാണ്. ചേട്ടനാണെന്നുണ്ടെങ്കിൽ കാറ്റഗിസം ടീച്ചറുമാണ്. നിങ്ങളെയും ഈ ഒരു ഡിസ്കഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ സാജൻ. ഞാൻ കഴിഞ്ഞ 15 വർഷമായി നഴ്സിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്നു. എനിക്കും നിങ്ങളോട് കുറേയധികം കാര്യങ്ങൾ പങ്കുവയ്ക്കുവാനുണ്ട്. നമുക്കെന്തായാലും ഡിസ്കഷനിലേക്ക് പോകാം. നമ്മൾ ശരിക്കും സ്ട്രെസ്സിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. ശരിക്കും നമ്മളുടെ പഠനങ്ങളിൽ നമ്മൾ സ്ട്രെസ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ചോദിച്ചിട്ട് ശരിക്കും പ്രാക്ടിക്കൽ ലൈഫിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ശരിക്കും എന്തായിരിക്കും സ്ട്രെസ്സ്? സ്ട്രെസ്സിന് സൈക്കോളജിക്കലി ഒത്തിരി ഡെഫിനിഷൻസ് ഉണ്ട്. ഒത്തിരി ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്കോളേഴ്സ് ഒത്തിരി ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇച്ചൂടെ ആപ്റ്റായിട്ട് തോന്നുന്ന ഒരു വേർഡ് എന്ന് പറയുന്നത് പ്രഷറാണ്. നമുക്ക് പ്രഷർ അനുഭവിക്കാത്ത ഒരു മനുഷ്യനും കാണിയല്ല. ഇതെന്തുകൊണ്ട് നമുക്ക് പ്രഷർ ഉണ്ടാകുന്നെന്ന് ചോദിച്ചാൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പ്രഷർ ഉണ്ടാവും. പിന്നെ നമുക്ക് തരുന്ന അസൈൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രഷർ ഉണ്ടാകും. ഇത് നമ്മൾ ഫുൾഫിൽ ചെയ്യാൻ നമുക്ക് തരുന്ന അസൈൻമെൻറ്റ് അതിൻ്റെ ഫുൾ സ്ട്രെങ്തിൽ ഫുൾഫിൽ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സ്ട്രെസ് ഉണ്ട്. അതുപോലെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി, നമ്മളെ പരമേൽപ്പിച്ചിരിക്കുന്ന ആൾക്കാരോടുള്ള നമ്മുടെ റെസ്പോൺസിബിലിറ്റി നമുക്കതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ പൂർത്തിയാക്കാൻ പറ്റിയില്ല, നമുക്ക് സ്ട്രെസ് ഉണ്ടാവും. ഇതാണ് എനിക്ക് തോന്നുന്ന സ്ട്രെസ്സിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതും സംസാരിക്കേണ്ടതും കാര്യങ്ങൾ പ്രഷറാണ്. തീർച്ചയായിട്ടും ചേട്ടൻ പറഞ്ഞതുപോലെ ശരിക്കും പ്രഷർ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ്സ്. നമ്മുടെ നേഴ്സസിൻ്റെ ലൈഫിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കായിരിക്കും ശരിക്കും കൂടുതൽ കാര്യങ്ങൾ ഈ സ്ട്രെസ്സിനെ കുറിച്ച് പറയാനുണ്ടാവുക. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. നേഴ്സിംഗ് ഫീൽഡിൽ നമുക്ക് ശരിക്കും എത്രയോ സ്ട്രെസ്സാണ് കടന്നു വരുന്നത്. ശരിക്കും നമ്മളെങ്ങനെ അതിനെ മാനേജ് ചെയ്യുന്നുള്ളതാണ് ശരിക്കും അത് വേണ്ടത്. ഞാൻ ജസ്റ്റ് എൻ്റെ സോഴ്സസ് ഓഫ് സ്ട്രെസ്സിനെ കുറിച്ച് പറയുകയാണ്. ശരിക്കും നമ്മൾ ചിന്തിച്ച് നോക്കിയേ, നമ്മളുടെ ജനനം മുതൽ നമ്മൾ ശരിക്കും പറയാൻ മരണം വരെ ഒരുപാട് സ്ട്രെസ്സിലൂടെ നമ്മൾ ഹോസ്പിറ്റൽ ഫീൽഡിലാണ്
അപ്പം നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ടായുണ്ട്. ശരിക്കും നമ്മൾ ഫാമിലിയെ നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ പേഷ്യൻസിനെ നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. ശരിക്കും കമ്മ്യൂണിക്കേഷൻസിൻ്റെ കുറച്ച് എഫക്റ്റ് വരാറുണ്ട്. ശരിക്കും ഒരു തരത്തിൽ നമ്മുടെ നേഴ്സിംഗ് ലൈഫിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ അഡ്വക്കേറ്റാണ്, എഡ്യൂക്കേറ്ററാണ്, കൗൺസിലറാണ്, കുറേ കാര്യങ്ങൾ നമുക്ക് പറയാം. പക്ഷേ ഇതിലൊക്കെ എന്തെങ്കിലും നമുക്ക് ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് സ്ട്രെസ് ഉണ്ടാവാറുണ്ട്. സാജൻ പറഞ്ഞ മാതിരി ഈ സോഴ്സസ് ഓഫ് സ്ട്രെസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഇതുണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് ആണ് നമ്മുടെ ജീവിതത്തെ ഒത്തിരി പിടിച്ചു കുലുക്കുന്നത്, അല്ലേ? ഇപ്പൊ നമുക്കറിയാം, ഈ ഒത്തിരി സ്ട്രെസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും. പിന്നെയാണെങ്കിൽ ഒട്ടും ഉറക്കം ഉണ്ടാകത്തില്ല. അത് ഒത്തിരി പേരിലുള്ള ഒരു കാര്യമാണ്. പിന്നെ ചിലവരാണെങ്കിൽ ഉണ്ടല്ലോ, ഇങ്ങനെ ഫുഡ് അമിതമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കും. എന്തും എപ്പോൾ വേണമെങ്കിലും ഇങ്ങനെ വാരി വലിച്ചു തിന്നുന്ന ഒരു പ്രകൃതം ഉണ്ട് എല്ലാവരിലും. എല്ലാവരിലും ചിലവരില്ല. ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, നമ്മുടെ ഒരു സുഹൃത്ത്, പുള്ളിക്കാരന് എന്തെങ്കിലും ഡ്യൂട്ടിക്കിടയിലാണെങ്കിലും എന്തെങ്കിലും സ്ട്രെസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ഇരുന്ന് ഓർഡർ ചെയ്ത് ഫുഡ് കഴിക്കുന്ന ഒരവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട്. പലർക്കും പല രീതിയിലാണ് ഈ സ്ട്രെസ് വരുന്നത്. ഇപ്പോൾ എനിക്കിപ്പോൾ വന്നു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു പുവർ കോൺസെൻട്രേഷൻ. അതായത് ഇപ്പം നമ്മളോട് എക്സാമ്പിൾ പറയുന്നത്, നമ്മൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് അവർ നമ്മളോട് പറയുകയാണ് ഇത് കുറച്ച് സമയം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് ആ ഒരു വർക്കിൽ നമ്മൾ ഇതുവരെ ചെയ്ത പോലെ കംപ്ലീറ്റ്ലി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. അതുപോലെ നമ്മൾ മെൻ്റലി ഇൻസ്റ്റേബിൾ ആയിരിക്കും. കാരണം നമ്മൾ പല കാര്യങ്ങളും ഷെഡ്യൂൾ ചെയ്തിട്ടായിരിക്കും ഡ്യൂട്ടിക്ക് വരുന്നത്. തിരിച്ച് ചെന്ന് കഴിയുമ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാനൊരു ടൈം നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ അതിലൊന്നും നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ശരിയാ. ഞാൻ അതുപോലെ തന്നെ ചേച്ചി കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് മുഖത്തൊരു നമുക്കൊരു കുരു വന്നാൽ പോലും നമ്മൾ ചിന്തിക്കും. നമ്മൾ മെഡിക്കൽ ഫീൽഡിലായതുകൊണ്ട് നമ്മൾ കൂടുതൽ ചിന്തിച്ചു കൂട്ടും. അപ്പോൾ നമ്മൾ ആ ഒരു ടോപ്പിക്കിൽ നിന്ന് നമ്മളങ്ങോട്ട് കുറച്ചൊന്ന് മാറുകയാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നു ഇനിയിപ്പം ഓവർ തിങ്കിങ്ങിനെ കുറിച്ച്. ശരിക്കും നമ്മൾ സ്ട്രെസ്സ് വരുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും നമ്മൾ അനുഭവപ്പെടുന്ന ഒരു സംഭവമാണ് ഓവർ തിങ്കിങ്. അപ്പം ശരിക്കും ഓവർ തിങ്കിങ്ങിനെ കുറിച്ച് എന്തായിരിക്കും? ഈ ഓവർ തിങ്കിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഓർക്കുന്നത്, പലപ്പോഴും നമ്മൾ ഡ്യൂട്ടിക്ക് പോകാൻ നേരത്ത് നമ്മൾ ചിന്തിക്കുന്ന കാര്യമാണ്. എന്നിലും ഉണ്ടാവാം, മറ്റുള്ളവരിലും ഉണ്ടാവാം. ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമോ, ഞാൻ ഇന്ന് ആരുടെ കൂടെ ആയിരിക്കും ഡ്യൂട്ടി, അപ്പോൾ തിരക്കായിരിക്കുമോ, ഷിഫ്റ്റ് തിരക്കായിരിക്കുമോ, അല്ലെങ്കിൽ ഞാൻ ഇറങ്ങുന്ന സമയത്ത് ഞാനെങ്ങനെ തിരക്കിലകപ്പെട്ട് പോയ എന്നാണ്. പിന്നെ ചിലപ്പോൾ നമ്മൾ കാണുന്ന രോഗികളിലുള്ള രോഗം, നമ്മൾ പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡാണ്, കുറേ രോഗങ്ങളെക്കുറിച്ച് നമുക്കറിയാം. അപ്പോൾ ആ രോഗം കണ്ടു കഴിഞ്ഞ് കഴിയുമ്പം ചെറിയൊരു തലവേദന വന്നാൽ വലിയ ട്യൂമറാണോ എനിക്കോ, അല്ലെങ്കിൽ ഇപ്പം ആർക്ക് വന്നാലും, നമ്മുടെ ബന്ധുക്കൾക്ക് ആർക്ക് വന്നാലും നമ്മൾ അതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അതെല്ലാം നമ്മൾ അൺനെസറി ആയിട്ട് ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ, അല്ലേ? ആൻസി ചേച്ചി പറഞ്ഞതിനോട് ഞാൻ ഒരു കാര്യം ആഡ് ഓൺ ചെയ്യുകയാണ്. ഷാലോമിലെ ബെന്നിസാറിൻ്റെ പുസ്തകത്തിലെ ഒരു കോട്ട് ഞാൻ ഓർക്കുന്നു. നമ്മുടെ പല അസ്വസ്ഥതകൾക്കും കാരണം നമ്മുടെ പ്രശ്നങ്ങളല്ല, നമ്മുടെ പ്രശ്നങ്ങളോടുള്ള കാഴ്ചപ്പാടാണ്. ശരിക്കും അങ്ങനെ കാഴ്ചപ്പാടാണെങ്കിൽ നമ്മുടെ ചിന്ത നമ്മൾ പോസിറ്റീവ് ആക്കേണ്ടതുണ്ട്. അങ്ങനെ ചിന്ത പോസിറ്റീവ് ആക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അത് നമുക്ക് പോസിറ്റീവ് ആക്കാൻ കഴിയും. നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും ആപ്റ്റായിട്ടുള്ള മോഡൽ എന്ന് പറയുന്നത് ഈശോയാണ്. ഈശോയുടെ ഗെത്സമനിലെ പ്രാർത്ഥന. ഈശോ ഒരേ സമയം മനുഷ്യനുമായിരുന്നു, ഒരേ സമയം ദൈവവുമായിരുന്നു. അപ്പം നമുക്ക് ഉണ്ടായ പരീക്ഷണങ്ങൾ പോലെ തന്നെ ഈശോയ്ക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 15-ാമത്തെ വാക്യം. അവൻ നമ്മെപ്പോലെ ഒരുവനായിരുന്നെങ്കിലും നമ്മളെപ്പോലെയുള്ള പരീക്ഷകളിൽ നിന്നൊന്നും അവൻ വിമുക്തനായിരുന്നില്ല, പൗലോസ്ലീഹ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈശോ ഈ പരീക്ഷ ഉണ്ടായപ്പോൾ ശിഷ്യന്മാരെ വിളിച്ച് ഗെത്സമൻ തോട്ടത്തിലോട്ട് വന്ന് പ്രാർത്ഥിക്കാനായിട്ട് ആരംഭിച്ചു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 37-ാമത്തെ വചനം. ഈശോ അസ്വസ്ഥനാകാനും ദുഃഖിതനാകാനും തുടങ്ങി. എന്നിട്ട് 38-ാമത്തെ വചനം, ഞാൻ മരണത്തോളം തീവ്ര വേദന അനുഭവിക്കുന്നു, പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് ഈശോ ഒരു അല്പം മാറി, ഒരു കല്ലേറ് ദൂരം മാറി കമിഴ്ന്ന് വീണ് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചു. പിതാവേ, എൻ്റെ ഇഷ്ടമല്ല, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ, എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം. ആ സമയത്ത് തന്നെ ഈശോയെ സ്വർഗത്തിൽ നിന്ന് ഒരു ദേവദൂതൻ വന്ന് ശക്തിപ്പെടുത്തുന്നത് നമ്മൾ കണ്ട്. ഈശോയ്ക്ക് ആ മൊമെൻറ്റിൽ തന്നെ പ്രാർത്ഥനയ്ക്ക് റിസൾട്ട് കിട്ടുക. പക്ഷേ ശിഷ്യന്മാർ പ്രാർത്ഥിച്ചില്ല. അവർ പരീക്ഷ വന്നപ്പം ഈശോയെ ഇട്ടിട്ട് അവർ പിൻവാങ്ങിക്കളഞ്ഞു.
ഇതോടൊപ്പം തന്നെ സാജ എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൽ ദൈവപരിപാലനയെ കുറിച്ച് നാം കാണുന്നുണ്ട് അല്ലേ. ഇന്നുള്ളതും നാളെ അടുപ്പിലെറിയുന്നതുമായ പുല്ലിനെ ദൈവം ഇത്രമാത്രം അലങ്കരിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് സോളമൻ തൻ്റെ സർവ്വമഹത്വത്തിലും വയലിലെ ഈ ലില്ലികളെ പോലെ അലങ്കൃതനായിരുന്നില്ല എന്നാണ് പറയുന്നത്. എങ്കിൽ അല്പവിശ്വാസികളായ നിങ്ങളെ ദൈവം ഇത്രമാത്രം അലങ്കരിക്കുകയില്ല എന്നാണ് ചോദിക്കുന്നത് അല്ലേ. അപ്പം നമ്മളിലുള്ള ഒരു വിശ്വാസം, അതായത് ഓരോ നേഴ്സും കടന്നു പോകുന്ന സ്ട്രെസ്സ്, നമുക്ക് കർത്താവിൽ അടിയുറച്ചൊരു വിശ്വാസവും ഉണ്ടെങ്കിൽ പൂർണ്ണമായും ദൈവത്തിൽ ശരണപ്പെടാൻ പറ്റും. നമുക്ക് ഏതൊരവസ്ഥയിലും ആ സ്ട്രെസ്സിൽ നമുക്ക് ശരണപ്പെടാൻ പറ്റും. നമ്മളൊരു കുഞ്ഞിനെയും മാതാപിതാക്കളെയും ശ്രദ്ധിച്ചു നോക്കിയേ, നമ്മളെല്ലാവരും പേരൻസാണ് അല്ലേ. നമ്മളെ ഒരു കുഞ്ഞിനെ എടുക്കുമ്പോൾ ആ കുഞ്ഞിലുള്ള ഒരു ആശ്രയം എന്ന് പറഞ്ഞാൽ നമ്മളിലുള്ളൊരു ആശ്രയമാണ്. നമ്മൾ ഒരിക്കലും കുഞ്ഞിനെ താഴെ വിട്ട് കളിയില്ല അല്ലേ. ഇനി ആ കുഞ്ഞാകട്ടെ ഒരു അപരിചിതമായ ഒരു സാഹചര്യത്തിലേക്കോ പേടിയിലോട്ടോ പോവുകയാണെങ്കിൽ അതെന്ത് ചെയ്യും? കരയും, അല്ലെങ്കിൽ നമ്മളെ അള്ളിപ്പിടിക്കും. അപ്പം അത്രമാത്രം ഒരു ആശ്രയമാണ് ആ കുഞ്ഞ് ആ പേരൻസിൽ അർപ്പിച്ചിരിക്കുന്നത് അല്ലേ. അതുമാതിരി ഒരു ആശ്രയം ദൈവത്തിലുണ്ടാവണം, അത്ര ഒരു വിശ്വാസം ഉണ്ടാവണം. അവൻ്റെ കരങ്ങളിലാണ് ഞാൻ എന്നുള്ള ഒരു വിശ്വാസം ഒരു നേഴ്സിനുണ്ടെങ്കിൽ ഇതിനെല്ലാം ഈ സ്ട്രെസ്സിന് നമുക്ക് ഓവർകം ചെയ്ത് പോകാനായിട്ട് പറ്റും. തീർച്ചയായിട്ടും ചേച്ചി ഇത് പറയുമ്പം ശരിക്കും എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത്, ഞാൻ വർഷങ്ങൾ കൊണ്ട് പാടി നടക്കുന്നൊരു പാട്ടുണ്ട് ചേച്ചി. കാരണം നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി അത് നമ്മളെ സ്ട്രൈക്ക് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മളെ ഒത്തിരി മാത്രം നമ്മളെ ശക്തിപ്പെടുത്തുന്ന ഒരിതാണ്. അപ്പം അത് അതിൻ്റെ 2 ലൈൻ ഞാൻ പാടാം. എങ്കിലും നാഥ നിന്റെ ആ കാലടികൾ എൻ ക്ലേശക്കാലത്തു കാണുന്നില്ല, ദുരിതങ്ങളാൽ ഞാൻ വലഞ്ഞിരുന്നപ്പോൾ എന്തേ നീ എൻ കൂടെ നടന്നതില്ല. അതിനകത്ത് ആ ആള് കൂട്ടിച്ചേർക്കുന്ന ഒരു 2 ലൈനുണ്ട്. മകനേ അന്നതും ഞാനായിരുന്നു, അന്നു നീ എൻ തോളിലായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ഈശോ നമ്മുടെ കൂടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ അല്ലാതെ ചിന്തിക്കുമ്പം നമ്മൾ ഇതിനകത്ത് ആ ഒരു ആൾ തന്നെ പറയുന്നുണ്ട്, നമ്മൾ നടന്നു പോകുന്ന സമയത്ത് ആദ്യം 4 കാലുകൾ ഉണ്ടായിരുന്നു, പിന്നെ അതിനുശേഷം 2 ഉള്ളൂ. പക്ഷെ അതിനുശേഷം ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോഴത്തേന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആള് തന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട്, ഈ ദൈവം പോലും എന്നെ കൈവിട്ടല്ലോ എന്നുള്ളത്. അപ്പം ഈശോ പറയുന്ന ഒരു കാര്യമാണ്, മകനെ അന്ന് അത് ഞാനായിരുന്നു, അന്ന് നീ എൻ്റെ തോളിലായിരുന്നു എന്നുള്ള ഒരു ഇത്. അത്രമാത്രം സുന്ദരമായ, ശരിക്കും അത്രമാത്രം സ്നേഹം ഈശോ നമ്മോട് ശരിക്കും കാണിക്കുന്നുണ്ട്. നമ്മുടെ ആൻസി ചേച്ചിയും ജോയി ചേട്ടനും നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു ആത്മീയ ജീവിതത്തിലൂടെ എങ്ങനെ നമുക്ക് സ്ട്രെസ്സിനെ നേരിടാമെന്ന്. ശരിക്കും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഇത് മാത്രമാണോ ശരിക്കും പറഞ്ഞാൽ സ്ട്രെസ്സിനെ നേരിടാനുള്ള വഴി? നമുക്ക് ശരിക്കും പറഞ്ഞാൽ സ്ട്രെസ്സ് വരുമ്പോൾ നമുക്ക് കൂട്ടുകാരോടൊത്ത് കുറച്ചു നേരം പോയിരുന്ന കാര്യം പറയാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു സിനിമ കാണാം, അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഗെയിംസ് കളിക്കുന്നവരാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഒരു ഔട്ടിങ്. ശരിക്കും ഇതെല്ലാം സാധ്യമല്ലേ? ശരിക്കും ഒരു യങ്ങർ ജനറേഷനിലുള്ള ഒരാളെന്ന വ്യക്തി എന്ന നിലയ്ക്ക് നീതുവിന് കുറച്ചുകൂടെ പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. സാജൻ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ്. പക്ഷേ ഈ പറഞ്ഞതൊക്കെ വെറും ഒരു താൽക്കാലിക ആശ്വാസത്തിന് മാത്രമുള്ളതായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ, ഞാൻ നേഴ്സായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആ സമയങ്ങളിൽ ജോലിയൊക്കെ ഭയങ്കര ഹെക്ടിക്കായിരുന്നു. നല്ല തിരക്കുള്ള സമയം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പ്രഷറായിരുന്നു. അപ്പോൾ ഈ സമയങ്ങളൊക്കെ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന സാലറിയുടെ ഒരു ഒട്ടുമിക്ക പൈസയും ഞാൻ ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് ഷോപ്പിങ്ങിന് പോവുക, ഫ്രണ്ട്സുമായിട്ട് പുറത്ത് പോവുക, മൂവി കാണുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു. എനിക്ക് ആ സമയത്ത് ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നുണ്ട്, പേഴ്സണൽ പ്രെയർ ചെയ്യുന്നുണ്ട്. പക്ഷേ ആത്മീയമായിട്ട് ഞാൻ അത്രയും ഒരു ഈശോയുമായിട്ട് ഒരു അത്രയും കണക്റ്റഡ് അല്ലായിരുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ട് ഒരു പോയിന്റിൽ നമ്മുടെ ജീവിതത്തിൽ ചില സഹനങ്ങൾ വരുമ്പോഴാണല്ലോ നമ്മൾ ദൈവമായിട്ട് കൂടുതൽ എടുക്കുന്നത്. പക്ഷെ എനിക്ക് പറയാനുള്ള ആ ഒരു ലെവലിൽ ആരും എത്തിപ്പെടരുതെന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് ഞാൻ ഈശോയായിട്ട് കൂടുതൽ കണക്റ്റായി. വിശുദ്ധ കുർബാന എൻ്റെ ജീവിതത്തിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഒന്നായി മാറി എൻ്റെ ജീവിതത്തിൽ. അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ജോലി കുറച്ച് നാൾ ഞാൻ ബ്രേക്ക് എടുത്തിരുന്നു. ഈശോയോട് പ്രാർത്ഥിച്ച് ദൈവം എനിക്ക് നല്ലൊരു ജോലി നൽകി. ജോലിക്ക് കയറി. ഈ ജോലിക്ക് കയറിയപ്പോൾ അത് ഇവിടെ വന്നതിന് ശേഷമായിരുന്നു.
എനിക്ക് ഞാൻ ഇതിന് മുമ്പ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയെല്ലാം മാനുവലി ആയിട്ടാണ് നമ്മൾ എൻട്രി, അതായത് പേഷ്യൻ്റ് ഡീറ്റെയിൽസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ വന്നപ്പോൾ ഇത് കമ്പ്യൂട്ടറാണ്, നമ്മൾ കംപ്ലീറ്റ്ലി കമ്പ്യൂട്ടറാണ്. എനിക്കതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. ഈവൻ ടൈപ്പിംഗ് സ്പീഡ് ഭയങ്കരമായിട്ട് കുറവായിരുന്നു. നമുക്ക് ഇവിടെ നല്ല തിരക്കാണ്, ബാക്ക് ടു ബാക്ക് പേഷ്യൻസ്, അവരുടെ ഡീറ്റെയിൽസ്, ഹിസ്റ്ററി, കാര്യങ്ങളൊക്കെ നമ്മൾ സിസ്റ്റത്തിൽ എൻട്രി ചെയ്യണം. ഈ സമയത്ത് ഞാൻ ഒരുപാട് സ്ട്രെസ് അനുഭവിച്ചു. എനിക്കറിയില്ല അതെങ്ങനെ മാനേജ് ചെയ്യണമെന്ന്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഞാൻ ഈ പറഞ്ഞല്ലോ, ഈ സമയങ്ങളിലൊക്കെ ഞാൻ ദൈവത്തോട് കൂടിയായിരുന്നു. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ ഇതെല്ലാം ഞാൻ ദൈവത്തിന് സമർപ്പിച്ചിട്ട് പോകും. ഞാനിവിടെ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സ്ട്രെസ് എന്നിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും എനിക്ക് അതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റി. അതായത് ദൈവം അവിടെ എന്നോട് ഒത്തിരി കരുണ കാണിച്ചു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഇതിനു മുമ്പുള്ള ഒരു വ്യക്തിയായിരുന്നെങ്കിൽ, ഈ പറഞ്ഞ പോലെ ഈ ഔട്ടിങ് കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്തിരുന്ന ആ ഒരു വ്യക്തിയായിരുന്നെങ്കിൽ, അന്നത്തെ ഈ പുതിയ ജോലിക്ക് കയറി ഇത്രയും ഒരു സ്ട്രെസ് വന്നതുകൊണ്ട് മാത്രം ചിലപ്പോൾ ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്തേനെ. അപ്പം എനിക്ക് പറയാനുള്ള ഇതാണ്, ഈ പറയുന്നതൊക്കെ വെറും ടെമ്പററി മാത്രമാണ്. എപ്പോഴും ദൈവത്തോടു കൂടി ആയിരിക്കുക. ദൈവത്തോട് കൂടെ നിൽക്കുമ്പോൾ ദൈവം എപ്പോഴും നമ്മളെ എല്ലാ കാര്യങ്ങളും നമ്മളെ സഹായിക്കാനായിട്ട് എപ്പോഴും നമ്മളെ അവിടുത്തെ ഉള്ളം കയ്യിൽ നമ്മളെ കൊണ്ടു നടക്കുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് എനിക്ക് തീർച്ചയായിട്ടും ഞാൻ അത് വിശ്വസിക്കുന്നു. ദൈവവുമായിട്ടൊരു കണക്ഷൻ നമുക്ക് എപ്പോഴും ഉണ്ടാകുക, ദൈവത്തിൽ എപ്പോഴും ആശ്രയിക്കുക. ഹി വിൽ ഗിവ് യു ദ ബെസ്റ്റ്. അടുത്ത സ്ട്രെസ്സിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കമ്മ്യൂണിക്കേഷൻ. ശരിക്കും കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആയാൽ നമ്മൾക്ക് കുറേ സ്ട്രെസ്സ് നമുക്ക് കുറയ്ക്കാൻ പറ്റും അല്ലേ? അതിൽ ശരിക്കും നമ്മൾ സംസാരിക്കുന്നത് പേഷ്യൻറ്റിനോടാവാം, അല്ലെന്നുണ്ടെങ്കിൽ ഫാമിലിയോടാകാം, ചിലപ്പോൾ നമ്മുടെ ഹയർ അതോറിറ്റിയോടാകാം. ശരിക്കും ഇവരോടുള്ള കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആകുമ്പോൾ പല സ്ട്രെസ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട്. സാധനം ഈ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആണെങ്കിൽ നമ്മൾ കുറേ വാല്യൂസ് വേണം. ഈ വാല്യൂസ് നമുക്ക് ഡെവലപ്പ് ആവുന്ന സ്പിരിച്വാലിറ്റിയിലൂടെയാണ്. സ്പിരിച്വാലിറ്റി നമ്മളതിനെ സഹായിക്കും. ഇതിനകത്ത് ഏറ്റവും പ്രധാനമാണ് സ്നേഹം. നമ്മളിൽ സ്നേഹം ഉണ്ടെങ്കിൽ നമ്മുടെ മുമ്പിലിരിക്കുന്ന ഒരു രോഗിയാകട്ടെ, ഒരു ഫാമിലി ആകട്ടെ, എന്തൊരു സിറ്റുവേഷൻ ആകട്ടെ, അവരുടെ ആ തലത്തിലേക്ക് ഇറങ്ങി നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും നമ്മളിൽ സ്നേഹം നിറഞ്ഞാൽ. തീർച്ചയായിട്ടും. ആൻസി ഇത് പറയുമ്പോൾ ഞാനൊരു വചനം ഓർക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-12 തിരുവചനം ഇങ്ങനെ പറയുന്നു: മറ്റുള്ളവർ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണോ നിങ്ങൾ ആഗ്രഹിക്കുന്നു, അത് നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുവിൻ. അപ്പം നമ്മൾക്ക് ആ ഒരു വാല്യൂ ഇതിനകത്ത് കൂടുതൽ കാണുന്നുണ്ട്. ചേച്ചി ഇപ്പം സ്നേഹത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഞാനിപ്പോൾ ഓർക്കുകയാണ്, വിശുദ്ധ അഗസ്റ്റിൻ്റെ ഒരു കോട്ടുണ്ട്. അതിൻ്റെ ആശയം, ആ കോട്ടിൽ പറയുന്ന ആശയം ഇങ്ങനെയാണ്: അതായത് സ്നേഹമുള്ളിടത്ത് മറ്റുള്ളവരുടെ നീഡ് വരുമ്പോൾ അവരിലുള്ള ഒരു ഒബ്സർവേഷൻ പവർ നമുക്കതിൽ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ സ്നേഹമുള്ളിടത്ത് മറ്റുള്ളവരെ സഹായിക്കാനായിട്ടുള്ളൊരു ഹൃദയം നമുക്കുണ്ടാവും. അതുപോലെ തന്നെയാണ് ഈ സ്നേഹമുള്ളിടത്ത് എനിക്ക് തോന്നുന്നു അവരെ ലിസൺ ചെയ്യാനായിട്ടുള്ള ഒരു ഹൃദയവും നമുക്കുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഈ മൂന്നും കൂടെ ചേരുന്നതാണ് നമ്മുടെ ഈ നഴ്സുമാർ നമ്മൾ ഈ ശുശ്രൂഷ ചെയ്യുന്ന ഈ ശുശ്രൂഷ മേഖല എന്ന് പറയുന്നത്. സ്നേഹം ഈ മൂന്നും കൂടെ കണക്ട് ചെയ്ത് വരുന്ന ഈ, അതായത് അവരുടെ നീഡ് അനുസരിച്ച് അവരെ ലിസൺ ചെയ്ത് അവർക്ക് എന്താണ് ആവശ്യമെന്ന് കണ്ടറിഞ്ഞ് ചെയ്യുന്ന കൂടുതൽ എംപതറ്റിക് ആയിട്ട്. തീർച്ചയായിട്ടും. ഇതിനോട് കൂടെ ഞാൻ ഒരു കാര്യം കൂടെ പറയുകയാണ്. ശരിക്കും നമ്മുടെ നഴ്സുമാരുടെ ലൈഫിൽ ശരിക്കും കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ തന്നെ നമ്മൾ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ദയ, കരുണ, സ്നേഹം. അതൊക്കെ ഈ കമ്മ്യൂണിക്കേഷൻ നല്ല എഫക്റ്റീവ് ആകുമ്പോഴത്തേന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ നന്നായിട്ട് വരും. ശരിക്കും ഈശോയുടെ സ്നേഹം കൂടെ ഈ ആത്മീയ ജീവിതം അല്ലെങ്കിൽ നമുക്ക് സ്പിരിച്വാലിറ്റിയും കൂടെ ഇതിനകത്ത് ആഡ് ഓൺ ചെയ്യുമ്പം അതിന് ഒത്തിരിയേറെ നന്മകൾ വരും. അനുഭവങ്ങൾ കേൾക്കുമ്പോൾ കാര്യങ്ങൾ ഗ്രഹിക്കാൻ വളരെ എളുപ്പമായിരിക്കുമല്ലേ? കഴിഞ്ഞ 40 വർഷമായി നേഴ്സിംഗ് മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ഷേർലി ചേച്ചി ഇന്ന് നമ്മോടൊപ്പമുണ്ട്. ചേച്ചിയോട് സംസാരിക്കാനായി ജെല്ലും ജോർജും കൂടെയുണ്ട്. നമുക്കവരെ കേട്ടിട്ട് തിരികെ വരാം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഷേർലി ചേച്ചിയാണ്. ചേച്ചി 40 വർഷമായി നേഴ്സിംഗ് രംഗത്ത് സേവനം ചെയ്യുന്നു. നമ്മുടെ നഴ്സസ് കൂട്ടായ്മയുടെ നിറസാന്നിധ്യമാണ് ചേച്ചി. അതുപോലെ ഇടവകയിലെ ഓരോ പ്രവർത്തനങ്ങളിലും ഇടവകയിലെ മറ്റു കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങളിലും സജീവമായി നിലകൊള്ളുന്ന ഒരാളാണ് ചേച്ചി. ചേച്ചിയുടെ പ്രൊഫഷണൽ ലൈഫ് നോക്കുകയാണെങ്കിൽ തുടക്കകാലങ്ങളിൽ ഒരു സ്റ്റാഫ് നഴ്സായിരുന്നു, പിന്നീട് ചാർജ് നഴ്സായി, അതിനുശേഷം ഹെഡ് നഴ്സായി, ഇപ്പോൾ അഡ്മിനിസ്ട്രേഷൻ ലെവലിലാണുള്ളത്. ഇത്രയും അനുഭവ സമ്പത്തുള്ള ഒരു ചേച്ചി നമ്മോടൊപ്പം ഇന്നായിരിക്കുന്നത് ശരിക്കും ഈശോയുടെ ഒരു ബ്ലെസ്സിങ് തന്നെയാണ്. ഷേർലി ചേച്ചിയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ചേച്ചി,
ചേച്ചി 40 വർഷമായി നേഴ്സിംഗ് രംഗത്ത് സേവനം ചെയ്യുന്നു. 40 വർഷമായിട്ട് വിവിധ പോസ്റ്റുകളിൽ ചേച്ചി വർക്ക് ചെയ്തിട്ടുണ്ട്. ഓരോ പോസ്റ്റിലും പല പല തരത്തിലുള്ള സ്ട്രെസ്സുകളായിരിക്കും ചേച്ചി ഫേസ് ചെയ്യേണ്ടി വരുന്നത്. ഈ സ്ട്രെസ്സുകൾ വരുമ്പോൾ ചേച്ചി എങ്ങനെയാണ് അതിനെ മാനേജ് ചെയ്യുന്നത്? എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങിയ ആദ്യ കാലഘട്ടം മുതൽ തന്നെ ഏതൊരു ദിവസത്തെയും എൻ്റെ ജോലി ആരംഭിക്കുന്നത് എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ മാത്രമാണ്. വ്യക്തിപരമായി പ്രാർത്ഥിക്കാതെ ഞാൻ ഒരിക്കലും ഡ്യൂട്ടിക്ക് പോകാറില്ല. അഥവാ ഇനി നമ്മൾക്ക് സമയം കുറവുണ്ടെങ്കിൽ പോലും ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് കുറച്ച് സമയം സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഡ്യൂട്ടിക്ക് എത്തുന്ന സമയത്ത് ആവുന്നവരെ പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കും പോകുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ആത്മീയ ശക്തി നേടി മാത്രമേ ഈ വിവിധ തരത്തിലുള്ള പിരിമുറുക്കങ്ങൾ നമുക്ക് നേരിടാൻ പറ്റുകയുള്ളൂ. നമ്മൾ ഒരു നഴ്സിംഗ് ഫീൽഡിലായിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇനിഷ്യൽ ഓറിയൻറ്റേഷൻ്റെ സമയത്ത് നമുക്ക് ഒരുപാട് ക്ലാസ്സുകളൊക്കെ കിട്ടുന്നുണ്ട്. സ്ട്രെസ് മാനേജ്മെൻറ്റ്, കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷന്, റിസ്ക് മാനേജ്മെൻറ്റ്, പ്രോബ്ലം സോൾവിങ്, അങ്ങനെ പറഞ്ഞ് കുറേ നമുക്ക് ക്ലാസ്സുകളൊക്കെ തരുന്നുണ്ട്. ശരിയാണ്. ഇതൊക്കെ നമുക്ക് ഒരു പരിധി വരെ നമ്മളെ സഹായിക്കും. പക്ഷേ നമ്മൾ വായിച്ചിട്ടുണ്ട് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ്റെ തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൽ 4-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, ശാരീരികമായ പരിശീലനം കുറച്ച് പ്രയോജനം ചെയ്യും, എന്നാൽ ആത്മീയത എല്ലാവിധത്തിലും വിലയേറിയതാണ് എന്ന് പറഞ്ഞ പോലെയാണ്. നമ്മൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഈ ക്ലാസ്സുകളൊക്കെ നമ്മുടെ കോമ്പിറ്റൻസിയൊക്കെ ഡെവലപ്പ് ചെയ്യാൻ അത് സഹായിക്കും. എങ്കിൽ കൂടി ആത്മീയതയാണ് എപ്പോഴും, ആത്മീയമായിട്ട് നമ്മളെങ്ങനെ ശക്തി പ്രാപിക്കുന്നു, ആത്മശക്തിയാൽ നമ്മളെങ്ങനെ നിറയുന്നു, അതിനനുസരിച്ചാണ് നമുക്ക് സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് എൻ്റെ അനുഭവം. തീർച്ചയായും ചേച്ചി പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കിയെടുത്തോളം ശരിക്കും ഒരു ദിവസത്തെ ഒരു സ്റ്റാർട്ടിങ് ആ ഒരു വ്യക്തിപരമായ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒത്തിരി ചാർജ് ആക്കുന്ന ഒരു കാര്യമാണ് ആത്മീയമായിട്ട്, അല്ലേ? അവിടെ ഉണ്ടാകുന്ന സ്ട്രെസ്സിനെയൊക്കെ മാനേജ് ചെയ്യാനായിട്ട്. ഓക്കെ ചേച്ചി, അതുപോലെ തന്നെ നമ്മൾ വീട്ടിലായിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന പല സ്ട്രെസ്സിനെ നമുക്ക് ചിലപ്പം നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെയും അല്പസമയം അല്ലെങ്കിൽ സക്രാരിയുടെ മുമ്പിലായിരിക്കുമ്പോൾ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴൊക്കെ നമുക്ക് ഒരു റിലീഫ് കിട്ടും. പക്ഷെ നമ്മൾ ചില ദിവസങ്ങളിൽ ഡ്യൂട്ടിയിലൊക്കെ ഭയങ്കര ബിസി ആയിരിക്കുന്ന സമയത്ത് മാനസികമായിട്ട് ഒത്തിരി ഡൗൺ ആയി പോകാറുണ്ട്. അപ്പം ഒരു നഴ്സിന് ആത്മീയമായിട്ട് വളരെ സിമ്പിളായിട്ട് എങ്ങനെ ആ സ്ട്രെസ്സിനെ മറികടക്കാനാവുമെന്ന് ചേച്ചിക്കൊന്ന് പറഞ്ഞു തരാമോ? എപ്പോഴും ഒരു നഴ്സ് എന്ന നിലയിൽ നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ബലഹീനതയിൽ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾക്ക് നിത്യസഹായകനായിട്ട് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്. ശരിയാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൂടാതെ നമുക്ക് ഇതൊന്നും ഓവർകം ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത്. കാരണം നമ്മൾ ജീവിതത്തിൽ ഏത് സാഹചര്യമാണെങ്കിൽ തന്നെയും നമ്മൾ മാനുഷികമായിട്ട് പലപ്പോഴും ഡൗൺ ആയിപ്പോവും. എങ്കിലും പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തും, ഞാൻ എൻ്റെ കൂടെയുണ്ട്. നമ്മൾക്ക് വചനങ്ങളൊക്കെ ഓർമ്മ വരും, നമ്മൾ വായിച്ചിരിക്കുന്ന വചനങ്ങളൊക്കെ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിൻ്റെ വലതുകരം പിടിച്ചിരിക്കുന്നു, അങ്ങനെ പല വിധത്തിലുള്ള ഉത്കണ്ഠ വേണ്ട എന്നൊക്കെ നമുക്ക് പലതരത്തിലുള്ള വചനങ്ങളിലൂടെ നമ്മളോട് ഈശോ തന്നെ നമ്മളോട് സംസാരിക്കും. കാരണം നമ്മൾക്ക് ഒരു ബേസിക്കായിട്ട് ആത്മീയമായിട്ടുള്ള അടിത്തറ ഉണ്ടെങ്കിൽ അതൊക്കെ അന്നേരമാണ് ഇതൊക്കെ സാധ്യമാകുന്നത്. കാരണം നമ്മൾ നഴ്സസ് മിനിസ്ട്രിയിൽ കൂടെ നമ്മൾക്ക് നമ്മുടെ 5 പില്ലേഴ്സിൽ കൂടെയാണ് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നത്, ഒരു ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം നയിക്കുന്നത്. അപ്പം ഒരു ഈശോയെ അറിഞ്ഞ ഒരു നഴ്സ്, ഈശോയോട് ചേർന്ന് നിൽക്കുന്ന ഒരു നഴ്സ് എപ്പോഴും ഈ 5 പില്ലേഴ്സ് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കും. വ്യക്തിപരമായി പ്രാർത്ഥിക്കും, വചനം വായിക്കും, കൗതാശികമായിട്ടുള്ള ജീവിതത്തിലൂടെ കടന്നു പോകും, പിന്നെ കൂട്ടായ്മയിലായിരിക്കും. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ശനിയാഴ്ച ദിവസങ്ങളിൽ കൂട്ടായ്മയിൽ വരുമ്പോൾ നമ്മൾക്ക് എന്തോരം ശക്തി ആ കൂട്ടായ്മയിൽ നിന്ന് ലഭിക്കുന്നുണ്ടെന്ന് നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായിട്ട് രുചിച്ചറിഞ്ഞിട്ടുള്ളതാണ്. ഒരുമിച്ച് ത്രിത്വൈക ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുമ്പോൾ ലഭിക്കുന്ന ആ ശക്തി നമ്മൾക്ക് ഒരാഴ്ചത്തേക്ക് അതൊരു വലിയ ഊർജമായിട്ട് നിലനിൽക്കും. അപ്പോൾ നമ്മൾ ഡ്യൂട്ടിയിലായിരിക്കുമ്പോൾ ചെറുതും വലുതുമായിട്ടുള്ള നമുക്ക് പലതരത്തിലുള്ള സ്ട്രെസ്സുകൾ നേരിടും. പേഷ്യൻസിൽ നിന്ന് വരാം, നമ്മുടെ കൊളീഗ്സിൽ നിന്ന് വരാം, നമ്മുടെ മേലധികാരികളിൽ നിന്ന് വരാം, പിന്നെ അതല്ലാതെ മറ്റുള്ള സഹപ്രവർത്തകർ, ഡോക്ടേഴ്സ്, മറ്റുള്ള അലൈഡ് ഹെൽത്ത് പ്രൊഫഷണൽസ്, എല്ലാവരിൽ നിന്നും നമുക്ക് പല വിധത്തിലുള്ള സ്ട്രെസ്സുകൾ നേരിടാം. അങ്ങനെയൊക്കെ വരുമ്പോഴൊക്കെ എപ്പോഴും നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവുണ്ട്, നമ്മുടെ ഈശോ ഉണ്ട്. അപ്പോൾ എപ്പോഴും പെട്ടെന്ന് നമുക്ക് ചെറിയ ചെറിയ പ്രാർത്ഥനകൾ, നമുക്ക് വലിയ പ്രാർത്ഥനയൊന്നും അന്നേരം പറ്റത്തില്ലായിരിക്കും. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഈശോയെ ഞാൻ അങ്ങ് ശരണപ്പെടുന്നു, എൻ്റെ ഈശോയെ, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ,
പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം നമുക്ക്. എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ. അങ്ങനെ ചെറിയ ചെറിയ പ്രാർത്ഥനകൾ. പരിശുദ്ധാത്മാവെ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. ഐ നീഡ് യു ഹോളി സ്പിരിറ്റ്, ഐ നീഡ് യു ഹോളി സ്പിരിറ്റ്, ഐ നീഡ് യു ഹോളി സ്പിരിറ്റ് എന്നൊക്കെ നമ്മൾ റിപ്പീറ്റഡ്ലി പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു ശക്തി ലഭിക്കും. നമ്മൾ ആ പിരിമുറക്കത്തിൽ നമ്മൾ റിലാക്സ്ഡ് ആവും നമ്മൾ. അപ്പോൾ ചേച്ചി പറയുന്നത് നമ്മളിപ്പോൾ വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും ഏത് സമയത്താണെങ്കിലും ഈശോയോടൊപ്പം പരിശുദ്ധാത്മാവിനെ ചേർത്ത് പിടിച്ച് ഈശോയുടെ കൂടെ നടക്കണമെന്നാണല്ലേ? തീർച്ചയായിട്ടും. നമുക്ക് എന്ത് ചെയ്യുമ്പോഴും നമുക്ക് കൂട്ടുവിളിക്കാം, പരിശുദ്ധാത്മാവിൽ കൂടെ വരണമേ, ഞാനിത് ചെയ്യാൻ പോവുകയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് വർത്താനം പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് മനസ്സിൽ നമുക്കെല്ലാം പറയാമല്ലോ. അതുപോലെ നമ്മൾക്ക് വലിയ സ്ട്രെസ് വരുന്ന സമയത്ത് മനസ്സിൽ നമുക്ക് സ്തുതിച്ചുകൊണ്ടിരിക്കാം, നന്ദി പറയാം. അത് ശരിക്കും ഒരു റിലീഫ് തന്നെയായിരിക്കും. മനസ്സിൽ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് ഭാഷാവരം ഉള്ളവരാണെങ്കിൽ ഭാഷാവരത്തിൽ നമ്മൾ സ്തുതിക്കുമ്പോൾ അത് വലിയ ശക്തിയാണ്. അത് ഞാൻ ഒത്തിരി അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമ്മുടെ നാവ് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും നമ്മുടെ വായ്ക്കുള്ളിൽ, പക്ഷെ പുറത്തൊരു ശബ്ദം വരുന്നില്ല, ആരും അറിയുന്നില്ല നമ്മൾ സ്തുതിക്കുന്നുണ്ടെന്നുള്ളത്. അപ്പം ആ ശക്തി അത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ ജ്വലിക്കും. ആ പരിശുദ്ധാത്മാവ് തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കും. പിന്നെ ബലഹീനതയിൽ സഹായിക്കാനാണ് എപ്പോഴും പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത്. പിന്നെ ഈശോ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നിന്റെ കൃപ മതി. നമ്മുടെ ബലഹീനതയിലാണ് പൂർണ്ണമായിട്ടും ഈശോയുടെ ശക്തി പ്രകടമാകുന്നത്. ഇങ്ങനെയുള്ള വചനങ്ങളൊക്കെ പെട്ടെന്ന് ഓർമ്മയിലോട്ട് വരുമ്പം നമ്മൾ തന്നെ താനെ റിലാക്സ്ഡ് ആയിട്ട് വളരെ ആത്മസംയമനത്തോടെ മനസ്സാന്നിധ്യത്തോടെ എന്ത് പിരിമുറുക്കങ്ങൾ വന്നാലും ഒരു ചെറു പുഞ്ചിരിയോടെ അതൊക്കെ നേരിടാനായിട്ട് നമുക്ക് സാധിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജെല്ലിന് 1-2 കാര്യം കൂടെ ഞാൻ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ വളരെ ചെറുപ്പം തൊട്ടേ പരിശീലിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്, എന്ത് ചെയ്യുന്നതിന് മുമ്പായിട്ടും എൻ്റെ ഈശോയുടെ പരിശുദ്ധ ഹൃദയമേ, സമസ്തവും അങ്ങേ പ്രതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു കാര്യം തുടങ്ങുന്നത്. പിന്നെ നമുക്ക് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള വേറൊരു സംഭവമുണ്ട്, അത് ഈശോയുടെ തിരുരക്തമാണ്. അപ്പം ഈശോയുടെ തിരുരക്തം നമുക്ക് വളരെ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോഴേക്കും മോസ്റ്റ് പ്രഷ്യസ് ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് സേവ് us ആൻഡ് ദ ഹോൾ വേൾഡ്. ഈശോ മിശിഹായുടെ ഏറ്റവും വലിയ തിരുരക്തമേ, എന്നെയും ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ എന്നുള്ള ആ പ്രാർത്ഥന, അത് റിപ്പീറ്റഡ്ലി കുറച്ച് പ്രാവശ്യം പറയുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ടുള്ള ശക്തി, ഡെലിവറൻസിലേക്ക് നടക്കുന്ന ഒരു സംഭവമാണ്. അതും കൂടെ ഞാൻ ആഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. വളരെ ലളിതവും നമുക്ക് എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രെയർ അത്. ചേച്ചി പറഞ്ഞ കാര്യങ്ങൾ, ഈ സ്ട്രെസ് മാനേജ് ചെയ്യാനായിട്ട് ചേച്ചി പറഞ്ഞ കാര്യങ്ങൾ എല്ലാ ജോലി മേഖലയിലുള്ളവർക്കും പ്രാവർത്തികമാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ജോലി സ്ഥലത്തും അനുദിന ജീവിതത്തിലുണ്ടാകുന്ന പല സ്ട്രെസ്സുകളെയും എങ്ങനെ ആത്മീയമായിട്ട് നേരിടാമെന്ന് വളരെ ലളിതവും മനോഹരവുമായിട്ട് ചേച്ചി ഞങ്ങൾക്കിപ്പോൾ പങ്കുവെച്ച് നൽകി. എല്ലാ നഴ്സുമാർക്കും ഇത് മാതൃകയാക്കാവുന്നതാണ്. താങ്ക് യു ചേച്ചി. താങ്ക് യു ജെലിൻ ആൻഡ് ജോർജ്. ഈശോ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഡിസ്കഷനിലോട്ട് തിരിച്ചു പോകാം. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.